നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഒരുപക്ഷെ 2025 മെയ് മാസം മുതൽ തുടങ്ങി വെച്ചതായിട്ടുള്ള പലവിധത്തിലുള്ള പദ്ധതികളും ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ പൂർത്തീകരിച്ച് അർഹമായിട്ടുള്ള അംഗീകാരം, സ്ഥാനമാനങ്ങൾ, ആനുകൂല്യങ്ങൾ എല്ലാ മേഖലകളിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. കലാകായിക മേഖലകളിൽ മത്സരരംഗങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടയുണ്ട്. നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് മറ്റൊരു വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുവാനോ അഥവാ പണി ചെയ്തിട്ടുള്ള ഗൃഹം ഒരുപക്ഷെ ഫ്ലാറ്റ് സമുച്ചയത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു വില്ലയായിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു ഗൃഹം വാങ്ങിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരം വാസ്തുശാസ്ത്രപ്രകാരമുള്ളത് കണ്ടെത്തുവാനും വാങ്ങിയിട്ട് അതിൽ താമസിക്കുവാനും ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ച് ആ രാജ്യത്ത് തന്നെ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് അതിനുവേണ്ടി പരിശ്രമിക്കുവാനും ഒരുപക്ഷെ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും ചിന്തകൾക്ക് അതീതമായി കഴിഞ്ഞ 6-7 മാസമായിട്ട് കഴിഞ്ഞ 2025 മെയ് ജൂൺ മാസം മുതൽ പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആഗ്രഹിക്കുന്നതിലുപരി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എന്നാൽ 2026 ജൂൺ മുതൽ ഒരു വർഷത്തേക്ക് ഇത്ര തന്നെ നേട്ടമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടുകൂടിയതായുള്ള സമീപനവും പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തുവാൻ തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും ഗുരുകാരണവന്മാരുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം കുടുംബപരമായിട്ടും തൊഴിൽ മേഖലകളിലും ഉണ്ടാകും. ജൂൺ മാസം മുതൽ ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാനിടയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ജോലിപരമായിട്ടുള്ള കാര്യങ്ങളും ഏറ്റെടുത്ത ദൗത്യങ്ങളും എല്ലാം രേഖാപരമായിട്ട് തന്നെ മേലധികാരികൾക്കോ അഥവാ ഉടമസ്ഥർക്കോ രേഖാപരമായിട്ട് സമർപ്പിച്ചും കൊണ്ട് അനുമതി തേടിക്കൊണ്ട് മാത്രമേ അതിലേക്ക് ഇറങ്ങി പുറപ്പെടാവൂ. അല്ലാത്ത പക്ഷം മാനഹാനി വന്നു ചേരുവാൻ ഇടയുണ്ട്. 2026 ജൂൺ മാസം മുതൽ 2027 ജൂൺ മാസം വരെ പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറയുന്നു. അതിനേക്കാളുപരി സാഹസമായിട്ടുള്ള യാത്രകൾ നടത്തുന്നവർ നിർബന്ധമായിട്ടും ഈ ഒരു വർഷത്തേക്ക് 2026 ജൂൺ മുതൽ ഒരു വർഷത്തേക്ക് അതിൽ നിന്നും പിന്മാറേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തൊഴിൽ മേഖലകൾക്ക് കൂടുതൽ പ്രയത്നം വേണ്ടി വരുവാനിടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായിട്ട് ജൂൺ മാസം വരെ പല കാര്യങ്ങൾക്കും യാത്രകൾ ചെയ്യേണ്ടതായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ പലപ്പോഴും നിഷ്ഫലമായി തീരുമോ പല യാത്രകളും എന്ന ധാരണയുണ്ടെങ്കിൽ പോലും അങ്ങനെ കുറേ ആൾക്കാരായിട്ട് പരിചയപ്പെടുന്നതിൻ്റെ നേട്ടം ഒരുപക്ഷെ 2027 ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇങ്ങനെയുള്ളൊരവസരത്തെ സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. മക്കളുടെ പല കാര്യങ്ങൾക്കുമായിട്ട് ദൂരയാത്രകൾ വേണ്ടി വരുവാനിടയുണ്ട്. പലപ്പോഴും അനുഭവജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ സങ്കുചിത മനോഭാവം ഒഴിവാക്കി ഉപേക്ഷിച്ച് വിശാല മനസ്ഥിതിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പല സദ്നിർദ്ദേശങ്ങളും സ്വീകരിക്കുവാനും സ്വയമേവ എല്ലാ കാര്യങ്ങളിലും ഒരു ധ്രുവീകരണം നടത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ സർവസ്വീകാര്യത വന്നു ചേരുവാനും കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളാണെങ്കിലും പൊതുജനപ്രവർത്തനങ്ങളാണെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ടതാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു വിജയം കൈവരിക്കുവാൻ സാധ്യതയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വഭാവവിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും
മുൻകോപം പരമാവധി നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും ദുശ്ശാഠ്യം ഉണ്ടാകുന്ന പ്രവണത അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടുകൂടിയതായുള്ള സമീപനവും അനുഭവജ്ഞാനമുള്ളവർ പറയുന്ന കാര്യങ്ങളുടെ സാരാംശം മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിക്കുവാനും അവലംബിക്കുവാനുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുന്നതും ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. മംഗളകർമ്മങ്ങളിലും വിരുന്ന സൽക്കാരത്തിലും പലപ്പോഴും പങ്കെടുക്കുവാനും മഹത് വ്യക്തികളെ കാണുവാനും 2-3 പ്രാവശ്യം കാണുന്നതിൻ്റെ വെളിച്ചത്തിൽ വ്യക്തമായുള്ള ചില നിർദ്ദേശങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കുവാനും അവലംബിക്കുവാനും ഇടയുണ്ട്. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട്. സ്വാർത്ഥ താല്പര്യം മറന്ന് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം മനസ്സിൽ കരുതിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. പല പ്രകാരത്തിലും നാഡീ രോഗപീഠകൾ, പ്രത്യേകിച്ച് വാത നാഡീ നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും അതിന് തക്കവണ്ണം യോഗ, പ്രാണായാമം എന്നിവ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ പലപ്പോഴും മരുന്നുകളെല്ലാം, അതായത് ഉത്തേജന മരുന്നുകൾ ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികളെല്ലാം അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട്. ഒരുപക്ഷെ 3 മാസം കൂടുമ്പോഴുള്ള പരിശോധനകളിലെല്ലാം തന്നെ അസുഖങ്ങൾ വർദ്ധിക്കുന്നില്ല എന്ന ധാരണയോടുകൂടി തന്നെ ഈ ഒരു നില തുടരുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. കാർഷികമായുള്ള മേഖലകളിൽ അനുകൂലമായുള്ള വിളവെടുപ്പ് ജൂൺ മാസത്തിനുള്ളിൽ തന്നെ വന്നു ചേരും. കൂടുതൽ വിസ്തൃതിയുള്ള ഗൃഹം വാങ്ങിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ശാസ്ത്രീയ വശവും പ്രായോഗിക വശവും കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് അനുസരിച്ചുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി കൊണ്ടും അവലംബിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിടവരും. വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങളെ കൊണ്ട് നിലവിലുള്ള രാഷ്ട്രത്തിൽ നിന്നും മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് യാത്ര പുറപ്പെടുവാൻ സാധ്യതയുണ്ട്. മറ്റു പലർക്കും നിലവിലുള്ള സ്ഥലത്ത് അധിക ചെലവ് അനുദിനം വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്ക് ഭാരതത്തിലേക്ക് തിരിച്ചു പോന്ന് ഇവിടെ ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള ജോലിക്ക് അവസരം വന്നു ചേരുവാനും ഇടയുണ്ട്. പൂർവാർജിതമായിട്ടുള്ള സ്വത്തിൽ ഒരുപക്ഷെ വിചാരിച്ച പോലെ ഒരു പുരോഗതിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനും ജൂൺ മാസത്തിൻ്റെ മുൻപ് തന്നെ വിൽപ്പനയ്ക്ക് സാധ്യത പോലും കാണുന്നതുമുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരമുണ്ടാകും. അവിചാരിതമായിട്ട് സന്താന സൗഭാഗ്യത്തിനും ഈ ഒരു വർഷത്തിന് സാധ്യതയുണ്ട്. സ്വഭാവവിശേഷത്താൽ പലവിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും ക്ഷമയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം മാത്രമേ എല്ലാ കാര്യങ്ങളിലും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളൂ എന്നതാണ് പൂര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ 2026 ആണ്ടിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളായിട്ട് പറയുന്നത്.